ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതും ഇനി വരാനിരിക്കുന്നതുമായ OTT റിലീസുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കിനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നും മെയ് 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് ലീഡർ. ലെജൻഡ് ശരവണ നായകനായി RS ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് 2026 ഏപ്രിൽ 3 തിയേറ്ററുകളിലെത്തിയ ഒരു ആക്ഷൻ സിനിമയാണ് ലീഡർ. ഈ സിനിമയിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ബന്ധത്തിന്റെ കഥയാണ്. ഷ്യാം, ആൻഡ്രിയ ജർമിയ, പായൽ രജ്പുത്, ലാൽ, അമൃത അയ്യർ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 1 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് രാഗാസ. സംഗീത്, ശോഭൻ, നയൻ സരിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. മാനസ ശർമ്മ സംവിധാനം ചെയ്തൊരു ഹൊറർ ഫാന്റസി കോമഡി ത്രില്ലറാണ് രാഗസ. 2026 ഏപ്രിൽ 3 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 1 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മറ്റൊരു മലയാളം മൂവിയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി ചിത്രമാണ് ആട് 3. തിയേറ്ററിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5 ആണ്. മെയ് മാസം 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു കുപ്രസിദ്ധ ഗുണ്ടത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ് ലോറൻസ് ഓഫ് പഞ്ചാബ്. ലോറൻസ് ബിഷ്ണോയി ഒരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുന്ന ക്രിമിനലുകളിൽ ഒരാളായി ലോറൻസ് ബിഷ്ണോയ് വളർന്നത് എങ്ങനെയെന്നാണ് ഈ സീരീസ് നമുക്ക് കാണിച്ചു തരുന്നത്. C5 ഇന്ന് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദ കേരള സ്റ്റോറി 2. 2023 പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമാണ് ദി കേരള സ്റ്റോറി 2. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ടായ ദ കേരള സ്റ്റോറി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച മൂവിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സെക്കൻഡ് പാർട്ടും. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു വൻ പരാജയമായിരുന്നു. കാമാക്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത് ഉൽക്ക ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഓച്ച എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ മൂവിയിൽ പ്രണയവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വിവാഹശേഷം അവർ നേരിടേണ്ടി വരുന്ന കഠിനമായ നിയന്ത്രണങ്ങളും ദുരനുഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഈ വരുന്ന മെയ് മാസം 1 തീയതി മുതൽ ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ഭരതനാട്യം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഭരതനാട്യം 2 മോഹിനിയാട്ടം. കൃഷ്ണദാസ് മുരളിയുടെ സംവിധാനത്തിൽ സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 2026 ഏപ്രിൽ 10 റിലീസ് ചെയ്തൊരു ഡാർക്ക് കോമഡി ത്രില്ലറാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. 6 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ഇതുവരെ നേടിയ വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടി രൂപയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നും അങ്ങനെയാണെങ്കിൽ മൂവി മെയ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ജാപ്പനീസ് മൂവിയാണ് സ്ട്രേറ്റ് ടു ഹെൽ. ജപ്പാനിലെ പ്രശസ്തയും വിവാഹ നായികയുമായ ഭാഗ്യം പറഞ്ഞ സ്ത്രീ കുസാക്കോ ഹൊസാക്കിയുടെ ജീവിതകഥയാണ് ഈ സിനിമയുടെ പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ജാപ്പനീസ് കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് 28 Years Later ദ ബോൺ ടെമ്പിൾ. 28 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തകർത്തിട്ട് പോയ റേഞ്ച് വൈറസ് അതിജീവിച്ച മനുഷ്യർ വൈറസ് ബാധിച്ചവരേക്കാൾ ഭയാനകമായ പുതിയ ആചാരങ്ങളിലേക്കും ക്രൂരതകളിലേക്കും നീങ്ങുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സീരീസിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2026 മെയ് 1 റിലീസ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ പാട്രിയോട്ടിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ സിനിമ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ്. ഏകദേശം 140 കോടി രൂപയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് വന്നിരിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ സിനിമയുടെ റിലീസിന് വേണ്ടി.